സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിതർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 141 തൊട്ട് 150 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ പറഞ്ഞ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു തന്റെ അച്ഛനെതിരെ റെഡ് നോട്ടീസ് വരാൻ പോകുന്ന ഇന്റർനാഷണൽ ഗിൽഡ് കോൺഫറൻസിൽ കൊടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നിടത്താണ് ചാപ്റ്റർ 140 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 141 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് ആഡം സങ്ങിൽവാൻ ആണ് കൊലയാളി എന്ന് സംശയിക്കുന്നത് കൊണ്ട് ജിൻവുവും ഇവരും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനാണ് കോൺഫറൻസിന് മുമ്പേ ഈ കാര്യം അവനെ അറിയിച്ചതെന്നും ജിൻവുവിന്റെ ടെലിക്കനസിസ് പവർ കണ്ട ആഡം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടെലിക്കനസിസ് നാഷണൽ അതോറിറ്റി ലെവൽ ഹണ്ടേഴ്സിനും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ജിൻവു ആയിരിക്കും അടുത്ത 6ാമത്തെ നാഷണൽ അതോറിറ്റി റാങ്ക് ഹണ്ടർ എന്ന് കരുതി എത്രയും പെട്ടെന്ന് ഇത് വൈസ് ചെയർമാനെ അറിയിക്കണമെന്ന് ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് അങ്ങ് കൊറിയയിൽ ഒരു പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ ചർച്ചാ വിഷയം ഹാജൻ ഗിൽഡ് ഇന്റർനാഷണൽ കോൺഫറൻസിൽ പോകുന്നതാണ്. റിപ്പോർട്ടേഴ്സിനോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ചോയ് ജോങ്ങും. ഹാജൻ ഗിൽഡിന് ഇപ്രാവശ്യം ക്ഷണം കിട്ടിയത് ജിൻവു അതിന്റെ ഗിൽഡ് മാസ്റ്റർ ആയതുകൊണ്ടാണ് അയാളുടെ പ്രവൃത്തികൾ ഒരു വൺ മാൻ ഷോ ആണെന്ന് മുദ്രകുത്തിയ റിപ്പോർട്ടർ ചോയ് ജോങ്ങിനോട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഹാജൻ ഗിൽഡിന് മുമ്പ് ഇന്റർനാഷണൽ കോൺഫറൻസിൽ കൊറിയ റെപ്രസെന്റ് ചെയ്ത് ചോയ് ജോങ്ങിന്റെ ഹണ്ടർ ഗിൽഡാണ്. ഇപ്രാവശ്യം ക്ഷണം കിട്ടാത്തതിൽ ചെറിയ വിഷമമുണ്ട്. എന്നാൽ ജിൻവു ഒരു 100 ഹണ്ടേഴ്സിന് സമമാണ്. അയാളുടെ കഴിവുകൾ നമ്മൾ ജേജുവിലും ജപ്പാനിലും കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ ജിൻവുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ വ്യക്തി എന്ന നിലയിൽ ജിൻവു കൊറിയയെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ചോയ് ചോങ് പറഞ്ഞു. ശേഷം കോൺഫറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചോയ് ചോങ് ജപ്പാനിൽ നിന്നും തിരിച്ചതിനു ശേഷം ജിൻവു ഇതുവരെ ഒരു ഗേറ്റ് പോലും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് അവൻ മനസ്സിലാക്കി. ഇവരുടെ കോമ്പറ്റീഷൻ കുറയ്ക്കുമെങ്കിലും ഇത് ചോയ് ചോങ്ങിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിച്ചു. ഈ സമയം കൊറിയൻ ഹണ്ടേഴ്സ് ബ്യൂറോയിൽ ജിൻവുവിന്റെ റൈഡ് ഹിസ്റ്ററി അന്വേഷിച്ച് ചൈനയിൽ നിന്നും ലിയുവിന്റെ റിക്വസ്റ്റ് വരുന്നതും അത് ഗൺഹി റിജക്ട് ചെയ്ത് വിടുന്നതും അതുപോലെ അങ്ങ് അമേരിക്കയിൽ ആൻഡ്രെ ഡോങ്സുവിനോട് ജിൻവു അമേരിക്കയിൽ വരുമ്പോൾ നീ അവന്റെ പരിസരത്തോ അവനുമായിട്ടൊരു പ്രശ്നത്തിനോ പോകരുതെന്ന് പറഞ്ഞ് വിലക്കുന്നതും അത് കേട്ട് ഡോങ്സു പുറത്തുപോയപ്പോൾ തന്റെ PAയോട് അവന് മേലൊരു കണ്ണുണ്ടാവണമെന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇന്റർനാഷണൽ ഗിൽഡ് കോൺഫറൻസിന്റെ സമയമായി. പല രാജ്യത്തുള്ള ടോപ്പ് ഗിൽഡുകൾ അമേരിക്കയിലെത്തി. ഇവിടെ എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ ജർമ്മനിയുടെ റെപ്രസെന്റേറ്റീവ് നിയർമാൻ ജിൻവുവിനെ കണ്ടപ്പോൾ അവന്റെ ഷാഡോയിൽ ഒളിച്ചിരുന്ന ആർമിയെ സെൻസ് ചെയ്യുകയും അതിനെ വെച്ച് അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിച്ച് ജയിക്കാനും ജിൻവുവിന് പറ്റുമെന്ന് നിയർമാൻ തിരിച്ചറിഞ്ഞു. കൊറിയയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ജിൻവു അവിടെ വന്നപ്പോൾ അവന്റെ കൂടെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. വൈസ് ഗിൽഡ് മാസ്റ്റർ ജിൻഹോയും ബോഡി ഗാർഡായിട്ട് വൂ ജിൻചുള്ളും. ഈ സമയം ഇവരെ കാണാൻ വന്ന മിസ്റ്റർ വൈറ്റ് ഒരു അത്യാവശ്യ കാര്യം അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയും ജിൻഹോയെയും വൂ ജിൻചുളിനെയും ഹോട്ടലിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശേഷം തനിക്ക് സംസാരിക്കാനുള്ളത് ജിൻവുവിന്റെ അച്ഛനെ കുറിച്ചല്ല എന്ന് മിസ്റ്റർ വൈറ്റ് പറഞ്ഞ് അവന്റെ ഒപ്പം കാറിൽ US ഹണ്ടേഴ്സിന്റെ ബ്യൂറോയിലേക്ക് പോയി. ഈ യാത്രക്കിടയിൽ ക്രിസ്റ്റഫറിന്റെ മരണശേഷം US ബ്യൂറോയുടെ ശക്തി കുറഞ്ഞതിനെ കുറിച്ചും ക്രിസ്റ്റഫറിന്റെ മരണം പുറം ലോകത്തെ അറിയിക്കുന്നതിന് മുമ്പ് അവൻ ഒരു റിപ്ലേസ്മെന്റിനെ കണ്ടെത്തേണ്ട ആവശ്യത്തെക്കുറിച്ചും ജിൻവുവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി 5 വർഷം മുമ്പ് US ബ്യൂറോ കീഴ്പ്പെടുത്തിയ കാമിഷിന്റെ കോർ അവന് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നും അവൻ അറിയിച്ചു. എന്നാൽ ഇത് കണ്ട ജിൻവുവിന്റെ ശ്രദ്ധ പോയത് കാമിഷിന്റെ കോറിലേക്കല്ല, അവന്റെ റിമൈനിങ്സിലേക്കാണ്. അതോടെ ജിൻവു എന്നെ എത്രയും പെട്ടെന്ന് അതിന്റെ റിമൈനിങ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ മിസ്റ്റർ വൈറ്റിനോട് ആവശ്യപ്പെട്ടു. ഔട്ട്സൈഡേഴ്സിനെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് മിസ്റ്റർ വൈറ്റ് ഡയറക്ടർ ഡേവിഡിനോട് ഈ കാര്യം പറഞ്ഞു. അവനെ നിരാശപ്പെടുത്തുന്നത് ബ്യൂറോയ്ക്ക് നല്ലതല്ല എന്നറിയാമായിരുന്ന ഡയറക്ടർ ഇനി അവൻ കാമിഷിനെ തന്റെ ആർമിയാക്കി മാറ്റാനാണോ ശ്രമിക്കുന്നതെന്ന് സംശയിച്ച് അവന്റെ ഒപ്പം കാമിഷിന്റെ വോൾട്ടിലേക്ക് കൂടെ പോകാൻ തീരുമാനിച്ചു. ശേഷം ജിൻവുവിനെയും കൊണ്ട് ക്യാമിഷിന്റെ വോൾട്ടിലെത്തിയപ്പോൾ ജിൻവു ബാക്കിയുള്ളവരോട് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ക്യാമിഷിന്റെ ഷാഡോ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കി. ആദ്യം ഒരു പ്രാവശ്യം എക്സ്ട്രാക്ഷൻ ഫെയിൽ ആയെങ്കിലും അവൻ ക്യാമിഷിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അതോടെ അവിടെ ഉണ്ടായിരുന്ന ചില്ലുകൂട് പൊട്ടിച്ച് പുറത്തു വന്ന ക്യാമിഷ് അപ്പോഴും മനുഷ്യരോട് വിദ്വേഷം പ്രകടിപ്പിച്ചെങ്കിലും ജിൻവു മൊണാർക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അവനോട് ബഹുമാനപൂർവ്വം സംസാരിച്ചു. എന്നിട്ട് നീ ഇപ്പോൾ റൂളറിന്റെ അടിമയല്ല, നീ ഇപ്പോൾ ഷാഡോ മൊണാർക്കിന്റെ കീഴിലാണെന്ന് ജിൻവു പറഞ്ഞപ്പോൾ അവന്റെ മുന്നിൽ തലകുനിച്ച കാമിഷ് ഞാൻ ആദ്യം മൊണാർക്ക് ഓഫ് ദി ഡിസ്ട്രക്ഷന്റെ കീഴിലായിരുന്നു എന്നും എനിക്ക് അധിക നേരം ഈ ഷാഡോ ഫോമിൽ നിൽക്കാൻ പറ്റില്ല എന്നും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഒരു മഹാഭാഗ്യമാണ്, എന്നാൽ എനിക്ക് ആ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ കാമിഷ് ജിൻവുവിനോട് മനുഷ്യരുടെ ഇടയിൽ റൂളറിന്റെ ശക്തി കടമെടുത്ത 4 പേരുണ്ട്, അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കാമിഷ് അവിടെ നിന്ന് മാഞ്ഞുപോയി. ശേഷം ജിൻവുവിന്റെ പ്രവൃത്തിയും അവന് മോൺസ്റ്റേഴ്സിനോട് സംസാരിക്കാനുള്ള കഴിവും കണ്ട US ബ്യൂറോയിലെ ആളുകൾ ഞെട്ടി നിൽക്കുമ്പോൾ ജിൻവു ഇവരോട് ഇവിടുത്തെ റിപ്പയർ കോസ്റ്റിന് എന്നാൽ പെടുന്ന തുക തരാമെന്ന്
എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇപ്പോഴും റൂളറിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടാത്തതിൽ അവന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ശേഷം ജിൻവു വൂജിൻ ചുളിന്റെ അടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് ജിൻഹോ ഞാൻ വിളിച്ചെന്നും പറഞ്ഞ് US ഹണ്ടേഴ്സിന്റെ ബ്യൂറോയിലേക്ക് പോയെന്ന് അവൻ അറിഞ്ഞത്. ഇത് ജിൻവു വൈറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തെങ്കിലും അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ശേഷം വൈറ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആൻഡ്രയുടെ സ്ട്രാവങ്കർ ഗിൽഡിലെ കാറാണ് അവനെ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുകയും ശേഷം ഈ വിവരം സ്ട്രാവങ്കർ ഗിൽഡിനെ അറിയിച്ചപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വൈറ്റ് മനസ്സിലാക്കി. എന്നാൽ സ്ട്രാവങ്കർ ഗിൽഡ് എന്ന് കേട്ടപ്പോഴേ ഇതിന് പിന്നിൽ ഡോങ്സു ആണെന്ന് മനസ്സിലാക്കിയ ജിൻഹു അവിടെ നിന്ന് പുറത്തേക്ക് ഓടി. ജിൻഹോയുടെ അച്ഛന്റെ ഹോസ്പിറ്റൽ ഇഷ്യൂന്റെ ഇടയിൽ ജിൻഹോയ്ക്ക് ഷാഡോ അസൈൻ ചെയ്യാൻ മറന്ന ജിൻവുവിന് ഇനി അവന്റെ അടുത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. അതോടെ തന്റെ സോൾജേഴ്സിനോട് ജിൻവു എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയം ഡോങ്സുവിന് കാവൽ നിർത്തിയവരെ അടിച്ചിട്ടിട്ടാണ് അവൻ പുറത്തേക്ക് പോയതെന്ന് അറിഞ്ഞ ആൻഡ്രെ ജിൻവുവിന് മുമ്പേ അവനെ കണ്ടെത്താൻ തന്റെ ഗിൽഡിനോട് ആവശ്യപ്പെട്ടു. ഈ സമയം ജിൻഹോയെ കടത്തിക്കൊണ്ടുപോയ ഡോങ്സു അവന്റെ ആളുകളുടെ കൂടെ ചേർന്ന് ജിൻഹോയെ അടിച്ച് അവശനാക്കി. പാതിരാത്രിയായിട്ടും അവനെ കുറിച്ചൊരു വിവരവും ഇല്ലാതെ വന്നപ്പോൾ ആൻഡ്രെ തന്റെ എല്ലാ ഗിൽഡ് മെമ്പേഴ്സിനെയും വിളിച്ചു വരുത്തി അവന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിച്ചു. ഈ സമയം അമേരിക്കയിലെ ഒരു ഒഴിഞ്ഞ ഫാക്ടറിയിൽ ജിൻഹോയിൽ നിന്നും ആരാണ് തന്റെ ചേട്ടനെ കൊന്നെന്നറിയാൻ ഡോങ്സു നോക്കിയെങ്കിലും അത്രയും അടികിട്ടിയ അവശനായിട്ടും ജിൻഹോ അവനോട് സംസാരിക്കാൻ വിസമ്മതിച്ചു. അതോടെ അവനെ വീണ്ടും തല്ലിയ ഡോങ്സു നീ ഇപ്പോൾ പറഞ്ഞാൽ നീ മരിക്കുന്നതിന് മുമ്പ് എന്റെ ആള് നിന്നെ ഹീൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഓർക്ക് ദൂരെ നിൽക്കുന്നത് ഡോങ്സു കാണുന്നത്. അത് അടുത്തുള്ള ഏതെങ്കിലും ഡഞ്ചനിൽ നിന്നും ചാടിയതായിരിക്കുമെന്ന് കരുതി ഡോങ്സു അതിന്റെ അടുത്തേക്ക് പോയെങ്കിലും അപ്പോഴേക്കും ആ ഓർക്കിലൂടെ ടെലിപ്പോർട്ട് ചെയ്ത് ജിൻവു അവിടെ എത്തി. ഈ സമയം ജിൻവുവിന്റെ ഉള്ളിലെ ദേഷ്യം അങ്ങ് കൊറിയയിൽ അവന്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്ന ബെറുവും അമേരിക്കയിൽ ഡോങ്സുവിന്റെ ലൊക്കേഷൻ അറിഞ്ഞ് അവിടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ആൻഡ്രയും ഡോങ്സുവിനെ അന്വേഷിച്ച് ഫാക്ടറിയിലെത്തിയ സ്കാവങ്കർ ഗിൽഡിലെ ഹണ്ടേഴ്സും അറിഞ്ഞിരുന്നു. ഈ സമയം ജിൻവു ഡോങ്സുവിനെ അടിച്ചിട്ട് അവനെ ഹീൽ ചെയ്യാൻ നോക്കിയെങ്കിലും അത് അവനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അടുത്തു നിന്ന ഡോങ്സുവിന്റെ ആളോട് അവനെ ഹീൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ ഇതിന് വിസമ്മതം കാണിച്ചതോടെ ജിൻവു അവന്റെ തല പിടിച്ച് ഭിത്തിയിലടിച്ചു. എന്നിട്ട് ഡോങ്സുവിന്റെ മറ്റാളുകളെയെല്ലാം അടിച്ചിട്ട ജിൻവു ജിൻഹോയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡോങ്സുവുമായിട്ട് ഏറ്റുമുട്ടി. അതിൽ ഡോങ്സുവിനെ ഓവർ പവർ ചെയ്ത ജിൻവു ആൻഡ്രെ അവിടെ എത്തുന്നത് വരെ ഡോങ്സുവിന്റെ തല പിടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് തറയിൽ അടിച്ചുകൊണ്ടിരുന്നു. ശേഷം അവിടെ എത്തിയ ആൻഡ്രെ ജിൻവുവിനോട് നിർത്താൻ പറഞ്ഞിട്ടും അതിന് ജിൻവു തയ്യാറാവാത്തത് കൊണ്ട് പിന്നെ അടി ജിൻവുവും ആൻഡ്രയും തമ്മിലായി. ഈ ആൻഡ്രെ ഒരു ഹണ്ടർ ആവുന്നതിന് മുമ്പ് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു. അന്ന് തൊട്ടേ അവന് പവർ, പണം, അധികാരം എന്നിവയോട് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. തന്റെ അധികാരത്തിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിനെ വയലൻസ് വെച്ച് മറുപടി പറയുന്ന സ്വഭാവക്കാരനാണ് ആൻഡ്രെ. ഈ സമയം അവിടെ എത്തിയ ഹണ്ടേഴ്സ് ബ്യൂറോയിലെ ആളുകളും മറ്റ് ഹണ്ടേഴ്സും നോക്കി നിൽക്കെ ജിൻവുവിന്റെ അടികൊണ്ട് തെറിച്ച ആൻഡ്രെ ഇവരുടെ മുന്നിൽ വന്ന് നിന്നത്. ശേഷം ജിൻവു ഇഗ്രസിനോട് ജിൻഹോയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അവന്റെ ചികിത്സ ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ട് ജിൻവുവും അവന്റെ പടയും ആൻഡ്രയും അവന്റെ ആളുകളുമായിട്ട് ഏറ്റുവിടാൻ തയ്യാറായി. അങ്ങനെ ആൻഡ്രയുടെ അവസാനത്തെ താക്കീതും ജിൻവു ഇഗ്നോർ ചെയ്തതോടെ ഇവരുടെ പട തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനിടയിൽ ആൻഡ്രയുടെ ടെലികിനസിസിനെ ജിൻവു തന്റെ പവർ വെച്ച് ഓവർ പവർ ചെയ്തപ്പോൾ ആൻഡ്രെ തന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആൻഡ്രയും കാമിഷ് പറഞ്ഞ ആ 4 പേരിലാണെന്ന് ജിൻവു മനസ്സിലാക്കിയത്. ശേഷം തന്റെ സ്പിരിച്വൽ ബോഡി മാനിഫെസ്റ്റ് ചെയ്ത ആൻഡ്രെ ജിൻവുവിന് നേരെ തന്റെ ക്യാപ്ചർ സ്കിൽ ഉപയോഗിച്ച് അവനെ ഓവർ പവർ ചെയ്തെങ്കിലും തക്കതായ ഒരു അവസരം കാത്തിരുന്ന ജിൻവു അവസരം വന്നപ്പോൾ അവന് മേൽ റൂളേഴ്സ് അതോറിറ്റി വെച്ച് അവനെ വീഴ്ത്തുകയും അവന്റെ ആർമർ പൊട്ടി അവൻ തോൽവി സമ്മതിക്കുന്നത് വരെ അവനെ അടിച്ചുകൊണ്ടിരുന്നു. അതോടെ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഹണ്ടേഴ്സ് ബ്യൂറോയിലെ ആളുകൾ ആദ്യമായി ആൻഡ്രയുടെ തോൽവി കണ്ടു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഹീലർ അവനെ ചെക്ക് ചെയ്തപ്പോൾ അവന്റെ ശരീരത്തിൽ ആഴമുള്ള മുറിവും അവന്റെ ശരീരത്തിലെ എല്ലാ എല്ലുകളും ഒടിഞ്ഞുവെന്നും മിസ്റ്റർ വൈറ്റ് അറിഞ്ഞപ്പോൾ ഡോങ്സു മരിച്ചു എന്ന വാർത്തയും അയാൾ മനസ്സിലാക്കി. ശേഷം അവൻ ജിൻവുവിനെ അവിടെ അന്വേഷിച്ചെങ്കിലും അപ്പോഴേക്കും ജിൻവു അവിടുന്ന് പോയിരുന്നു. അവിടെ നിന്നും കൊറിയയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത ജിൻവു ബെറുവിനോട് ജിൻഹോയെ ഹീൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതേസമയം ഡോങ്സുവിന്റെ ഷാഡോ എക്സ്ട്രാക്ട് ചെയ്ത ജിൻവു അതിന് ഗ്രീഡ് എന്ന പേരിടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം ജിൻവു കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഇവനും ആൻഡ്രയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് കേട്ട റിപ്പോർട്ടേഴ്സ് അവിടെ തടിച്ചുകൂടിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മിസ്റ്റർ വൈറ്റ് ജിൻവുവിനൊരു ട്രാൻസ്ലേറ്റർ ഡിവൈസ് കൊടുത്തവനെ ഹാളിലേക്ക് കയറ്റിവിട്ടപ്പോൾ ഹാളിലെ എല്ലാ വ്യക്തികളുടെയും ശ്രദ്ധ ജിൻവുവിലേക്കായി. ശേഷം കോൺഫറൻസ് തുടങ്ങിയപ്പോൾ ആദ്യം സംസാരിക്കാൻ വന്നത് ഡോക്ടർ ബെൽസർ ആണ്. കുറച്ച് മാസങ്ങളായി നടക്കുന്ന ഗേറ്റുകളുടെ എണ്ണത്തിലെ വർധനവിനെ കുറിച്ചും അറ്റ്മോസ്ഫിയറിലെ മാജിക് എനർജിയും ഇതിന്റെ ഒപ്പം വർദ്ധിക്കുന്നതിനെ കുറിച്ചും ലോകത്തുള്ള 9 ഇടങ്ങളിൽ ഈ പ്രതിഭാസം സംഭവിക്കുന്നതിനെ കുറിച്ചുമാണ് അയാൾ സംസാരിച്ചത്. അതിൽ കൊറിയയിലെ സിയോളിലാണ് ഏറ്റവും അധികം മാജിക് പവർ കൂടുതലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും ജിൻവുവിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞ ആ 9 ഇടങ്ങളും 9 മൊണാർക്കുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ജിൻവു ചിന്തിക്കുമ്പോഴാണ് ഡോക്ടർ സംഭാഷണം അവസാനിപ്പിച്ച് സ്റ്റേജ് ഡേവിഡിന് കൈമാറി
കൈമാറുന്നത്. ശേഷം ക്രിസ്റ്റഫറിന്റെ മരണത്തെക്കുറിച്ചും കൊലയാളിയാണെന്ന് സംശയിക്കുന്ന വ്യക്തിയെക്കുറിച്ചും അയാൾ സംസാരിക്കുകയും അയാൾ ഒരു ഹണ്ടറിന്റെ രൂപത്തിലുള്ള ഹ്യൂമനോയിഡ് മോൺസ്റ്റർ ആണെന്നും അയാളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല എന്ന് ഡേവിഡ് പറഞ്ഞപ്പോൾ പുറകിൽ ഇരുന്നിരുന്ന ചൈനയുടെ റെപ്രസെന്റേറ്റീവായ ലിയു അയാളും ജിൻവുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ പ്ലേ ചെയ്തിരുന്ന വീഡിയോയിൽ നിന്നും ആ തന്റെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞ ജിൻവു മോൺസ്റ്റേഴ്സിനെ വേട്ടയാടുന്നതാണ് ഹണ്ടേഴ്സിന്റെ ജോലിയെന്നും അയാൾ മോൺസ്റ്റർ ആണെങ്കിൽ അയാളെ ഞാൻ തന്നെ തീർക്കും, അതല്ല അയാൾ മനുഷ്യനാണെങ്കിൽ എന്റെ കുടുംബത്തിനെതിരെ ആര് വന്നാലും അവനെ വെറുതെ വിടില്ല എന്ന് എല്ലാരും കേൾക്കെ പറഞ്ഞിട്ട് ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി. പുറത്തിറങ്ങിയ ജിൻവുവിനോട് മിസ്റ്റർ വൈറ്റ് ഇങ്ങനൊരു വെല്ലുവിളി നടത്താൻ നിനക്കും മറ്റൊരു ഹണ്ടറിന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. ജിൻവു ആ മറ്റൊരാൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാളെ നീ ഇന്നലെ ഹോസ്പിറ്റലിലാക്കിയതേ ഉള്ളൂ എന്ന് മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. ഈ സമയം അവിടെ ലിയു ജിൻവുവുമായിട്ട് സംസാരിക്കാൻ വന്നപ്പോൾ ജിൻവുവിന് ചൈനീസ് അറിയാത്തത് കൊണ്ട് മിസ്റ്റർ വൈറ്റ് അവന് ലിയു പറയുന്നതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നീട് ലിയു അവിടെ നിന്നും പോയപ്പോൾ അവിടെ എത്തിയ ഡേവിഡ് ജിൻവുവിനെയും കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെ നോർമും ജിൻവുവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ കുറച്ചു ദിവസമായി ടോപ്പ് ലെവൽ ഹണ്ടേഴ്സ് എല്ലാവരും കൊല്ലപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അതിലൊരാൾ ഈയിടയ്ക്ക് മരണപ്പെട്ടു എന്നും പറഞ്ഞപ്പോൾ ഞാൻ മരിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ജിൻവു ചോദിച്ചു. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ അവരുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഒരാൾ എന്നോട് യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞുവെന്നും ആ ശക്തി ജിൻവുവിന്റെ ശക്തിയുമായിട്ട് സിമിലർ ആയതുകൊണ്ടാണ് ഇത് ജിൻവുവിനോട് പറഞ്ഞതെന്ന് നോർമ പറഞ്ഞു. എന്നിട്ട് ജിൻവുവിനോട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ ജിൻവുവിന് ഇതിന് പിന്നിൽ മൊണാർക്കുകളാണോ അതോ റൂളറാണോ അറിയാത്തത് കൊണ്ട് അവൻ പിന്മാറിയെങ്കിലും പോകുന്നതിന് മുമ്പ് ആ ഹണ്ടേഴ്സിന്റെ ലിസ്റ്റ് ജിൻവു ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് അന്ന് രാത്രി ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ലാസ്റ്റ് ഡേ മീറ്റപ്പിന് ജിൻവു പോയപ്പോൾ ജിൻഹോയും അവന്റെ ഒപ്പം വന്നിരുന്നു. ഈ സമയം ഒരു ബിസിനസ്മാൻ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വന്നപ്പോൾ ജിൻവു ബിസിനസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ജിൻഹോ ആണെന്ന് പറഞ്ഞ് അയാളോട് ജിൻഹോയുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഈ സമയം വൈറ്റ് അവന് ലിസ്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ ജിൻവു ആ ലിസ്റ്റ് മുഴുവനും നോക്കാൻ നിൽക്കാതെ ഇപ്പോ ഈ റൂമിലുള്ള ആരെങ്കിലും ശത്രുക്കളുടെ ഒപ്പം ചേർന്നവരുണ്ടോ നോക്കി. ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ആൻഡ്രെ അവനെ കാണാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. ശേഷം ജിൻവുവിനോട് സംസാരിച്ച ആൻഡ്രെ ഇതിനിടയിൽ നമ്മൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നീ എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതെ വിട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നീ മരണമർഹിക്കുന്ന തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജിൻവു പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ ഡോങ്സു ചെയ്ത് മരണമർഹിക്കുന്ന തെറ്റായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് എന്റെ കൈ ശരിയായതിനു ശേഷം നമുക്ക് വീണ്ടും കാണണമെന്ന് പറഞ്ഞ് ആൻഡ്രെ അവിടെ നിന്നും പോയി. ശേഷം ആൻഡ്രയുടെ PAയോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കാരണം ജിൻവുവിനുണ്ടായ പ്രശ്നത്തിന് പരിഹാരമായി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ജിൻവുവിന് എന്തെങ്കിലും ഇപ്പോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ഡാഗർ തന്നാൽ മതി എന്ന് പറഞ്ഞു. ശേഷം വൈറ്റ് കൊടുത്ത ലിസ്റ്റിലെ 6ാമത്തെ ആള് മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിയ ജിൻവു അയാൾ മരണപ്പെട്ടു എന്നും ലിസ്റ്റിലെ 6 പേരല്ലാതെ പുറത്തൊരു 7ാമൻ കൂടി ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഇത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് കൊറിയൻ ഹണ്ടേഴ്സ് ബ്യൂറോയിലെ ഗൺഹിയുടെ റൂമിലേക്ക് മൊണാർക്ക് ഓഫ് ദി ഐസ് സിലാഡ് വരുന്നതും അയാൾ പുറം ലോകത്തു നിന്നും ഈ റൂമിനെ വേർപെടുത്തി അയാൾ ഗൺഹിയെ ഫ്രാഗ്മെന്റ് ഓഫ് ദി ലുമിനോസിറ്റി എന്ന് വിളിച്ച് അയാളുമായിട്ട് ഏറ്റുമുട്ടുന്നതാണ്. അപ്പോൾ ഗൺഹിക്കുള്ളിലെ ഫ്രാഗ്മെന്റ് ഉണർന്നു എന്ന് മനസ്സിലാക്കിയ സിലാഡ് ഈ ലോകത്തെ 7 ഫ്രാഗ്മെന്റുകളുടെ ലൊക്കേഷൻ എനിക്ക് അറിയാമെന്നും അതിൽ 2 തീർത്തു എന്നും പറഞ്ഞു. ശേഷം സിലാഡ് അവനുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും ഗൺഹിക്ക് പ്രായമായതുകൊണ്ട് അയാൾക്ക് അധിക നേരം സിലാഡിനോട് പിടിച്ചു നിൽക്കാനായില്ല. സിലാഡ് അവനെ മാരകമായി ആക്രമിക്കുമ്പോഴും ഗൺഹി അതിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറി തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് സിലാഡിന് നേരെ ഒരു എനർജി ബ്ലാസ്റ്റ് ചെയ്തു. പക്ഷേ അത് മിസ്സായി. എന്നാൽ ഗൺഹി മനഃപൂർവ്വം അത് മിസ് ചെയ്തതാണെന്ന് സിലാഡ് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സിലാഡിന്റെ ബാരിയർ പൊട്ടി പുറം ലോകവുമായിട്ട് വീണ്ടും ആ റൂം കണക്റ്റായി. അതോടെ ജിൻവു ഗൺഹിയിൽ ഒളിപ്പിച്ച ഷാഡോ പെട്ടെന്ന് പുറത്തേക്ക് ഓടിയത് കണ്ട സിലാഡ് അതിന് പിന്നാലെ പോയെങ്കിലും അപ്പോഴേക്കും അവിടെ എത്തിയ ജിൻവു സിലാഡിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൻ ആരാണെന്ന് ചോദിക്കുന്നിടത്താണ് ചാപ്റ്റർ 150 അവസാനിച്ചത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 141 തൊട്ട് 150 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 140 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാൻവ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഇതിലൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സ് അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടർ കുറിച്ചോ അല്ലെങ്കിൽ മാംഗയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സോളോ ലെവലിംഗ് ഫാൻസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് മീ ഫാളൻ ലോക്കി സൈനിങ് ഔട്ട്.